ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ആ പരാജയം എല്ലാറ്റിൻ്റെയും അവസാനമാണ് എന്ന് കണ്ട് ഞങ്ങൾ എതിർക്കുന്നവർ വല്ലാതെ സന്തോഷിക്കേണ്ടതില്ല. ഇത്തരത്തിലുള്ള വിവിധ ഘട്ടങ്ങൾ പാർട്ടി എന്ന നിലക്ക് CPIM-നും മുന്നണി എന്ന നിലക്ക് LDF-നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടുതൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച് നഷ്ടപ്പെട്ട ജനവിശ്വാസം വീണ്ടെടുത്ത് കനത്ത രീതിയിൽ തിരിച്ചു വരാൻ LDF-ന് കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ പുതിയ സാഹചര്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ LDF ഭരണമാണ് നിലനിന്നത്. ഈ 10 വർഷക്കാലം കേരളത്തെ വലിയ തോതിൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ പ്ലാൻ ചെയ്തത്. അതിന്റെ ഭാഗമായി സർവതലസ്പർശിയായ വികസനവും സാമൂഹ്യ നീതിയധിഷ്ഠിതമായ വികസനവും കൊണ്ടുവരാൻ നാം ശ്രമിച്ചു. വികസനം എന്നത് അതിന്റെ സ്പർശം എല്ലാ പ്രദേശങ്ങൾക്കും ഏൽക്കണം. വികസനത്തിന്റെ സ്വാദ് എല്ലാ കുടുംബങ്ങളും അനുഭവിക്കണം. ഇതായിരുന്നു സർവതലസ്പർശിയും സാമൂഹ്യ നീതിയധിഷ്ഠിതവുമായ വികസനം എന്നതുകൊണ്ട് നാം ഉദ്ദേശിച്ചത്. വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഈ കാര്യത്തിൽ നേടാനായി എന്ന അനുഭവമാണ് കേരളത്തിലുള്ളത്. നിസ്സാരമെന്ന് കരുതി അവഗണിക്കാവുന്ന പ്രശ്നങ്ങളിലായിരുന്നു ആദ്യം നാം ശ്രദ്ധ വെച്ചത്. അതില് നമ്മുടെ കേരളത്തിലെ മാലിന്യ പ്രശ്നം, അത് വികസന പ്രശ്നമാണോ? ആണ് എന്ന് തന്നെയായിരുന്നു LDF-ന്റെ ധാരണ. നമ്മുടെ നാടിന്റെ എല്ലാ ഭാഗങ്ങളും ശുചിയായിരിക്കണം. നല്ല മാറ്റം ഹരിത കേരള മിഷന്റെ പ്രവർത്തനത്തിലൂടെ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ടാകാം. പക്ഷേ സൃഷ്ടിച്ച മാറ്റം വലുതായിരുന്നു. നമ്മുടെ കിടപ്പാടമില്ലാത്ത സഹോദരങ്ങൾ 5 ലക്ഷം വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അവിടെ ആളുകൾ താമസിക്കുന്നു എന്നത് ചെറിയ നേട്ടമല്ല. ഇനിയും ആളുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. അവരുടെ ലിസ്റ്റ് തയ്യാറായി കിടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യരംഗം വല്ലാത്തൊരു ദുർഘട ഘട്ടത്തിലായിരുന്നു. അതിനെ ലോകം അംഗീകരിക്കുന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. അഭിമാനകരമായ നേട്ടം കേരളത്തിലെ ആരോഗ്യരംഗത്തിന് നേടാനായി. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം തകർന്നടിഞ്ഞു പോകുമായിരുന്ന പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ പൊതുവിദ്യാഭ്യാസ മേഖലയാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയും കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നീങ്ങേണ്ടതുണ്ടാകാം. ഉന്നത വിദ്യാഭ്യാസ മേഖല ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേഖലയാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ടാകാം. അതോടൊപ്പം നാട്ടിൽ വന്നു ചേർന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഭാഗമായി നാടിനുണ്ടായ അഭിവൃദ്ധി, ഇതെല്ലാം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിക്കുകയായിരുന്നു. നമ്മുടെ റോഡുകള്, പാലങ്ങള്, ഓവർബ്രിഡ്ജുകള്, ഫ്ലൈ ഓവറുകള് എല്ലാം കേരളത്തെ പുതിയൊരു മാനത്തിലേക്ക് ഉയർത്തുകയായിരുന്നു. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നാഷണൽ ഹൈവേ പൂർത്തിയാകാനിരിക്കുന്നു. മലയോര തീരദേശ ഹൈവേയുടെ പണികൾ നല്ല രീതിയിൽ നടക്കുന്നു. ഇവയെല്ലാം അതിവേഗം പൂർത്തിയാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നതല്ല കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അഭൂതപൂർവമായ നേട്ടങ്ങളും പുതിയ പദ്ധതികളുമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ചിലതെല്ലാം യാഥാർത്ഥ്യമായി, ചിലതെല്ലാം അതിന്റെ വഴിക്കാണ്. ആ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യമാണ് വ്യക്തമാക്കാനുള്ളത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 10 വർഷം ഭരിക്കുന്നവര് അവരൊന്ന് മാറട്ടെ. ഒരു മാറ്റം ജനാധിപത്യത്തിന് നല്ലതാണ് എന്ന ചിന്ത, അതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാനമായും ഇടയാക്കിയത്. ആ ജനവിധി
പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഞങ്ങളിലൂടെ മാത്രമേ കേരളത്തിന്റെ വികസനം നടപ്പാക്കാൻ പാടുള്ളൂ എന്ന നിർബന്ധം ഞങ്ങൾക്കില്ല. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, തുടങ്ങാൻ കഴിയുന്ന കാര്യങ്ങൾ തുടങ്ങാനും പൂർത്തിയാക്കാനുമാണ് ഞങ്ങൾ ശ്രമിച്ചത്. പൊതുവെ അത് നല്ല അഭിപ്രായവുമാണ് കേരളത്തെ സൃഷ്ടിച്ചത്. ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തന്നെ തുറന്നു കൊണ്ടുപോയാലേ ഭംഗിയാകൂ എന്ന നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കില്ല. ആ പ്രവർത്തനങ്ങൾ നടക്കണമെന്നാണ് പ്രധാനം. ഇപ്പോ പുതുതായി അധികാരമേറ്റ UDF ഗവൺമെന്റ് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും പൂർത്തിയാക്കാനും കേരളത്തിന്റെ വികസനത്തെ മുന്നോട്ട് നയിക്കാനും തയ്യാറുണ്ടോ എന്നതാണ് പ്രശ്നം. അങ്ങനെ തയ്യാറായി മുന്നോട്ട് വന്നാൽ ആ നടപടികൾക്കെല്ലാം കൃത്യമായ പിന്തുണ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് LDFന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന നിലയാണ് ഞങ്ങൾ സ്വീകരിക്കുക. എന്നാൽ അതേസമയം ഇവയെല്ലാം അട്ടിമറിക്കാനോ ഇതിൽ നിന്നെല്ലാം പുറകോട്ടു പോകാനോ കേരളത്തിന്റെ താല്പര്യത്തിനും ജനക്ഷേമത്തിനും വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായാൽ അതിനെ അതിശക്തമായി എതിർക്കുന്ന പ്രതിപക്ഷമായി കേരളത്തിലെ പ്രതിപക്ഷം മാറുകയും ചെയ്യും. ഒരു കാര്യം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ആ പരാജയം എല്ലാറ്റിൻ്റെയും അവസാനമാണ് എന്ന് കണ്ട് ഞങ്ങൾ എതിർക്കുന്നവർ വല്ലാതെ സന്തോഷിക്കേണ്ടതില്ല. ഇത്തരത്തിലുള്ള വിവിധ ഘട്ടങ്ങൾ പാർട്ടി എന്ന നിലക്ക് CPIM-നും മുന്നണി എന്ന നിലക്ക് LDF-നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടുതൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച് നഷ്ടപ്പെട്ട ജനവിശ്വാസം വീണ്ടെടുത്ത് കനത്ത രീതിയിൽ തിരിച്ചു വരാൻ LDF-ന് കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ആ കാര്യത്തിൽ സഖാവ് നായനാരെ പോലുള്ള ഉജ്ജ്വലനായ വിപ്ലവകാരിയുടെ സ്മരണ നമുക്കേവർക്കും ഉത്തേജനം നൽകുന്ന കാര്യമാണ്. തുറന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ കാര്യം തെളിയിക്കാൻ നമുക്ക് സാധിക്കണം. ഇത്തവണ നായനാരുടെ സ്മരണ നാം പുതുക്കുമ്പോൾ കേരളത്തിലും രാജ്യത്താകെയും പ്രത്യേകമായൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നാം കാണേണ്ടതുണ്ട്. അത് ജനങ്ങളുടെ ജീവിതഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ ദുസ്സഹമാകുന്ന അവസ്ഥയിലേക്ക് ഓരോ ആളുടെയും ഓരോ കുടുംബത്തിൻ്റെയും ജീവിതം തള്ളി നീക്കപ്പെടുന്നു. ഇത് ദേശീയ തലത്തിൽ തന്നെ കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ പല അടുക്കളകളെയും വലിയ തോതിൽ പ്രയാസപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. ആവശ്യമായ പിന്തുണ ലഭിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതും ആളുകളെ നിരാശരാക്കുന്നു. ദേശീയ തലത്തിലുള്ള നടപടികൾ ഇതിനെല്ലാം ആക്കം കൂട്ടുകയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, അതിൽ കൃഷിക്കാര് വൻതോതിൽ കാർഷിക ചെലവ് വർദ്ധിക്കുന്നതിൻ്റെ ഭാരം താങ്ങുകയാണ്. രാസവളങ്ങൾക്ക് ക്രമാതീതമായ വില വർധനവ്. കഴിഞ്ഞ വർഷം കൃഷി ചെയ്ത രീതിയിൽ ആ ചെലവിൽ ഇപ്പം കൃഷി ചെയ്യാനാവില്ല. കൂടുതൽ ചെലവ് വഹിക്കേണ്ടതായിട്ട് വരുന്നു. ഇതിനിടയാക്കിയത് കേന്ദ്ര ഗവൺമെൻറ് നയമാണ്. BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരിടപെടലും നടത്തുന്നില്ല. കർഷകർക്ക് നേരത്തെ അനുവദിച്ചിരുന്ന സബ്സിഡികൾ പലതും റദ്ദ് ചെയ്തിരിക്കുന്നു. എന്നാൽ അതേസമയം കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന സഹായം ഒരു മുടക്കവുമില്ലാതെ തുടരുന്നു. വലിയ തോതിൽ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നു. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമായിട്ടാണ് മാറുന്നത്. ഇന്ന് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മറ്റും വില വർദ്ധിച്ചാൽ അത് നാടിനെ ആകെ ബാധിക്കുന്ന ഒന്നായി തീർന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ
വാഹനങ്ങൾക്ക് അമിത ചാർജ് കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ അത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും വർദ്ധിപ്പിക്കുന്നതിനിടയാക്കുകയാണ്. ഇതോടൊപ്പം വാണിജ്യാടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾക്ക് വൻതോതിൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ജനസംഖ്യയിൽ നല്ലൊരു ഭാഗം ഹോട്ടലുകളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. സിലിണ്ടറുകളുടെ ക്ഷാമം വന്നപ്പോൾ വലിയ തോതിൽ ഹോട്ടലുകളെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് കാണാൻ സാധിക്കുക. ഇത്തരം കാര്യങ്ങളിലൊന്നും ഫലപ്രദമായ നടപടി കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. എല്ലാറ്റിലും അവയെല്ലാം ഇനിയും വർദ്ധിക്കും എന്ന തരത്തിലൊരു മനോഭാവത്തോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം അടിസ്ഥാനമായി തീർന്നത് ലോക സാഹചര്യമാണ്. അങ്ങേയറ്റം ഗുരുതരമായ ഒരു ലോക സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, ഒരു യുദ്ധം തന്നെ ഉണ്ടായാൽ നമ്മളതിലൊന്നും ഭാഗവാക്കല്ലാലോ, നമ്മളെ അതൊന്നും ബാധിക്കില്ലാലോ എന്നൊരു ചിന്ത നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല എന്ന് നമുക്കറിയാം. ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് അമേരിക്ക ഇപ്പോൾ അഴിച്ചുവിട്ട യുദ്ധം നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടിലെ ജനങ്ങളെയും വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. അമേരിക്ക ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കേണ്ടതായ ഒരു മര്യാദയും അംഗീകരിക്കാൻ തയ്യാറല്ല. ഇറാനിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റാണുള്ളത്. ആ ഗവൺമെന്റ് ഇറാനിലെ ഗവൺമെന്റാണ്. ഒരു രാജ്യത്തിലെ ഗവൺമെന്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് മറ്റൊരു രാജ്യത്തിന് അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന്റെ അഭിപ്രായത്തിനനുസരിച്ച് ഈ പറയുന്ന രാഷ്ട്രം നീങ്ങിക്കൊള്ളണമെന്ന് നിർദ്ദേശിക്കാൻ ഒരു രാജ്യത്തിനും അവകാശമില്ലാത്തതാണ്. ഇറാന്റെ കാര്യം ഇറാൻകാരാണ് തീരുമാനിക്കേണ്ടത്. എല്ലാ അന്താരാഷ്ട്ര മര്യാദകളെയും ലംഘിച്ചുകൊണ്ടാണ് ഇറാനിലെ പരമോന്നത പരമാധികാരിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അമേരിക്ക ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. എല്ലാ അന്താരാഷ്ട്ര മര്യാദകൾക്കും എതിരായ നടപടി. മാത്രമല്ല, പെട്ടെന്ന് തന്നെ ഇറാനെ ആകെ ഭസ്മീകരിച്ചു കളയും. തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണം അവിടെ കൊണ്ടുവരും എന്നെല്ലാമുള്ള പ്രതീക്ഷയോടെയാണ് അമേരിക്ക നടപടികൾ സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇറാന് കനത്ത നഷ്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഇറാനിൽ കൊല ചെയ്യപ്പെട്ടത്. ആ കൊല ചെയ്യപ്പെട്ട കൂട്ടത്തിൽ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ സ്കൂളായിരുന്നു അത് മുഴുവനായി അമേരിക്ക നശിപ്പിച്ചു കളഞ്ഞു. ആ കുഞ്ഞുങ്ങളെ ഭീകരമായി കൊലപ്പെടുത്തി. അനേകായിരങ്ങളാണ് അവിടെ മാരകമായ പരിക്ക് പറ്റിക്കിടക്കുന്നത്. കനത്ത നാശനഷ്ടം ഇറാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇതിനൊക്കെ അടിസ്ഥാനം? കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന വന്യമൃഗ രീതി ലോകത്ത് നടപ്പാക്കാനാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ശ്രമിച്ചത്. ഈ കാര്യത്തിൽ അമേരിക്ക ആഗ്രഹിക്കും വിധത്തിൽ എളുപ്പത്തിൽ തകർക്കാനും ഭസ്മീകരിക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രമല്ല ഇറാൻ എന്നവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവര് ലോകത്തിന്റെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയെ കനത്ത തോതിൽ പ്രയാസപ്പെടും വിധമുള്ള തിരിച്ചടികൾ നടത്തിയിരിക്കുന്നു. അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾ, ഗൾഫ് മേഖലയിലുള്ള വിവിധ സൈനിക ക്യാമ്പുകൾ, അവയെല്ലാം ഇറാന്റെ ആക്രമണത്തിൽ നടുങ്ങുന്നു. വലിയ തോതിൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു. വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോഴും തങ്ങൾക്ക് നേരെ കനത്ത ആക്രമണം അമേരിക്ക അഴിച്ചുവിടുമ്പോൾ ആ ആക്രമണങ്ങളുടെ ഭാഗമായി കനത്ത നഷ്ടം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഇറാൻ കീഴടങ്ങിക്കൊടുക്കുകയല്ല, കനത്ത തോതിൽ തിരിച്ചടിക്കുകയാണ്. അതിൽ അമേരിക്ക നടുങ്ങുന്ന കാഴ്ചയും നാം കാണുകയാണ്. ഇതൊരു ഭാഗമേ ആകുന്നുള്ളൂ ചിത്രത്തിന്റെ. വേറൊരു ഭാഗത്ത് അമേരിക്ക ഇതിപ്പോൾ തുടങ്ങിയതല്ലോ. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ലോകത്ത് തങ്ങൾ കളിച്ചതെല്ലാം കളിയാണ് എന്ന് നിശ്ചയിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ, അതിലേറ്റവും ക്രൂരവും നിന്ദ്യവുമായ ആക്രമണമായിരുന്നു ഇറാഖിന് നേരെ അഴിച്ചുവിട്ടത്. ഇറാഖിന് നേരെ ആക്രമണം അഴിച്ചുവിടാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? അമേരിക്കയുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളാൻ ഇറാഖും
അവിടുത്തെ ഭരണാധികാരിയായിരുന്ന സദാം ഹുസൈനും തയ്യാറല്ല. അപ്പൊ അമേരിക്കയോടൊപ്പമല്ല എന്ന കാരണത്താലെയാണ് സദാം ഹുസൈനെ ലോകത്തിനു മുന്നിൽ ഭീകരനായി ചിത്രീകരിച്ചത്. അതില് ആ സംഭവത്തിൽ ലോകത്താകെ വലിയ ഭീതി സൃഷ്ടിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കഴിയും. ഇറാഖിന്റെ കയ്യിൽ മാരകമായ രാസായുധങ്ങളുണ്ട്. ആ രാസായുധം പ്രയോഗിച്ചാൽ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യനും കനത്ത നാശം ഏറ്റുവാങ്ങേണ്ടി വരും. നമ്മൾ കല്യാശ്ശേരിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ രാസായുധമോ മറ്റോ ഇവിടെ വന്ന് പതിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം സ്ഥിതി എന്താകും എന്ന് അന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ആളുകളെ മാറ്റുന്ന പ്രചരണ രീതിയാണ് അമേരിക്ക സ്വീകരിച്ചത്. അവരുടെ കയ്യിലുള്ള സാമ്രാജ്യത്വ മാധ്യമങ്ങളുണ്ട്. ലോകത്താകെ അതിൻ്റെ ശൃംഖലകളുണ്ട്. അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന മാധ്യമങ്ങളുണ്ട്. അവയിലൂടെയെല്ലാം ഈ പ്രതീതി സൃഷ്ടിച്ചു. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ സദാം ഹുസൈനെ ഒരു ഭീകരനാക്കി ചിത്രീകരിച്ചു. അതിനുശേഷമാണ് അവിടുത്തെ ആക്രമണവും കൊലപാതകവും എല്ലാം നടക്കുന്നത്. അല്ല, പഴയ കഥ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ നാം ഓർക്കേണ്ട കാര്യം, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അമേരിക്കൻ സൈനിക സംഘം തന്നെ ഒരു കാര്യം വെളിപ്പെടുത്തി. ഇറാഖിന്റെ മുക്കും മൂലയും അവർ അരിച്ചു പെറുക്കി. അതിനു മുൻപ് ഐക്യരാഷ്ട്രസഭയുടെ സംഘവും അരിച്ചു പെറുക്കിയിട്ടുണ്ട്. ഇവരെല്ലാം കണ്ടെത്തി പറഞ്ഞു, ഇവരുടെ കയ്യിൽ ഒരു രാസായുധവുമില്ല, രാസായുധമേ ഉണ്ടായില്ല എന്ന് ഇവർ തന്നെ വ്യക്തമാക്കേണ്ടി വന്നു. ഇത് പഴയ കഥ. അപ്പോഴേക്ക് ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇറാഖിൽ കൊലപ്പെടുത്തിയത്. ഒരു രാജ്യത്തിന്റെ സെക്യുലർ സ്വഭാവം, അന്ന് ഏറ്റവും കനത്ത സെക്യുലർ സ്വഭാവം നിലനിന്ന ഒരു രാഷ്ട്രമായിരുന്നു ഇറാഖ്. ആ സെക്യുലർ സ്വഭാവം നഷ്ടപ്പെടുത്തി അവിടെ അഴിച്ചുവിട്ടത് മതഭീകരവാദികളെയായിരുന്നു. ആ ഭീകരവാദികൾക്ക് പ്രോത്സാഹനം നൽകിയത് അമേരിക്കയായിരുന്നു. അവരുടെ തണലിൽ ഇറാഖിൽ ആക്രമണത്തിനായി പടയാളികൾ എത്തിച്ചേർന്നു. ആ പടയാളികളെല്ലാം മതഭീകരരായിരുന്നു, തീവ്രവാദികളായിരുന്നു. ഇപ്പോൾ രാജ്യത്തിന്റെ സെക്യുലർ സ്വഭാവം നശിപ്പിച്ച് തീവ്രവാദികൾക്ക് അവസരമുണ്ടാക്കി കൊടുത്തു. ഇറാൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ കൈവശം വെക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. ആ എണ്ണയിലാണ് അമേരിക്കയുടെ കണ്ണ്. അമേരിക്കക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട് നിൽക്കുന്നില്ല ഇറാൻ. അപ്പൊ ആ എണ്ണ മുഴുവൻ തങ്ങളുടെ വരുതിയിലാക്കണം. അതിനാണ് അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിച്ചുകൊണ്ട് ഇറാനെ ആക്രമിച്ചത്. ഇതിനോടൊപ്പം ഇസ്രയേലും നിൽക്കുകയാണ്. ഇസ്രയേൽ ഈ ഘട്ടത്തിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ തുറന്നു വരുന്നു. ലെബനനിൽ ആയിരക്കണക്കിന് ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ഇതെല്ലാം ലോകത്തിന്റെ പൊതുജനാഭിപ്രായത്തിനെതിരായ നടപടികളാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്കയുടെ ഇത്തരം നടപടികൾക്ക് അമേരിക്കയുടെ കൂടെ എല്ലാ കാലത്തും അണിനിരന്നിരുന്ന അമേരിക്കയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിമാരായ നേറ്റോ രാഷ്ട്രങ്ങൾ ഇറാൻ യുദ്ധത്തിൽ പലരും പങ്കാളികളായില്ല. ഞങ്ങൾ അതിനോടൊപ്പമില്ല എന്ന നിലപാട് അവരെടുത്തു. മാത്രമല്ല, അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്ത് വിശ്രമത്തിനായി വിമാനത്താവളങ്ങൾ ഇറങ്ങാൻ വന്നാൽ തങ്ങളുടെ വിമാനത്താവളങ്ങളിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാൻ പാടില്ല എന്ന നിലപാട് നേറ്റോ രാഷ്ട്രങ്ങളിൽ പലതും എടുത്തു. ഇതൊക്കെ പുതിയ സംഭവങ്ങളാണ്. അമേരിക്കയിൽ അതിശക്തമായ ബഹുജന വികാരം യുദ്ധത്തിനെതിരെ ഉണർന്നു വരുന്നു. ഇസ്രയേലിലെ ജനങ്ങളും ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണത്തെ അപലപിക്കാൻ തയ്യാറാകുന്നു. ഇങ്ങനെയെല്ലാമുള്ള ലോക സാഹചര്യം നമ്മുടെ രാഷ്ട്രമോ, നമ്മുടെ രാഷ്ട്രത്തിന് അത്തരം ഒരു നിലപാട് സ്വീകരിക്കാനാകുന്നില്ല. നമ്മുടെ രാഷ്ട്രം പൂർണ്ണമായും അമേരിക്കൻ സാമ്രാജ്യത്വത്തോടൊപ്പമാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്നാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് അടരാടി നേടിയ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ചേരിചേരാ നയമാണ് അംഗീകരിച്ചത്. ആ ചേരിചേരാ നയം ചേരുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നതെങ്കിലും ആ നയത്തിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. അത് സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. ആ കാലത്ത് ഇന്ത്യയുടെ ശബ്ദം ലോകം ശ്രദ്ധിച്ചു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുന്ന ശബ്ദമായി ഇന്ത്യയുടെ ശബ്ദം മാറി. മൂന്നാം ലോക രാഷ്ട്രങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന രാഷ്ട്രമായി ഇന്ത്യ മാറി. പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളോടൊപ്പമാണ് ഇന്ത്യ അണിനിരന്നത്. ഇതെല്ലാം കൂടി ലോകത്തെ ഏറ്റവും അംഗീകാരം നേടിയ ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറുന്നതിനിടയാക്കി. പക്ഷേ മെല്ലെ മെല്ലെ ആ നയത്തിൽ നിന്ന് കോൺഗ്രസ് പിറകോട്ട് പോയി. നരസിംഹറാവുവിന്റെ കാലം ഇസ്രയേലിനെ അംഗീകരിക്കുന്ന നിലപാട് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചു. കോൺഗ്രസിന്റെ പിന്നോട്ട് പോക്ക് ഓർമ്മയില്ലേ?
UPA ഗവൺമെന്റ് കാലം അമേരിക്കയുമായുള്ള ആണവ കരാർ പ്രശ്നം അതൊരു കേവലമായ ആണവ കരാർ മാത്രമല്ല, ഇന്ത്യയെ അമേരിക്കക്ക് അടിയറവെക്കുന്ന ഗൂഢ അജണ്ടയാണ്. അതിനോട് യോജിക്കാനാവില്ല എന്ന നിലപാട് പിന്തുണ നൽകിയ ഇടതുപക്ഷം സ്വീകരിച്ചു. അമേരിക്കയുടെ കൂടെ പോകില്ല, കരാർ ഒപ്പിടില്ല എന്ന ഇടതുപക്ഷത്തിന് കോൺഗ്രസ് ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പ് കൊടുത്തവർ തന്നെ അടുത്ത ദിവസം അമേരിക്കയുമായി കരാർ ഒപ്പിട്ടു. എത്രമാത്രം വിധേയത്വം കോൺഗ്രസിന് വന്നു എന്നാണ് അത് കാണിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റാനുള്ള നീക്കം കോൺഗ്രസ് തുടങ്ങി. BJP സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ ഒരു അനുഭവമില്ലാത്ത പാർട്ടിയാണ്. ആ പാർട്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ തിളച്ചുമറിയുന്ന സമരം രാജ്യത്താകെ നടക്കുന്ന കാലത്താണ് അതിന്റെ മൂലസംഘടന RSS ബീജാപാപം ചെയ്യുന്നത്. അവരുടെ നിലപാടെന്തായിരുന്നു? സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിനെതിരായിരുന്നു. അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നതായിരുന്നു. യുവാക്കൾ അവരുടെ ആരോഗ്യം ഈ സമരത്തിൽ പങ്കെടുത്ത് വെറുതെ നശിപ്പിക്കരുത് എന്ന നിലപാടായിരുന്നു. ബ്രിട്ടീഷ് വൈസ്രോയിയെ കണ്ട് തങ്ങളുടെ പിന്തുണ നിങ്ങൾക്കാണ് എന്ന് അറിയിക്കുന്ന നിലവരെ അവരെത്തി. ഇതെല്ലാമായിരുന്നു RSS. എല്ലാ കാലത്തും സാമ്രാജ്യത്വ വിധേയത്വം. ഇസ്രയേലിലെ സിയോണിസ്റ്റുകൾ ഇവിടുത്തെ RSSന്റെ ഇരട്ടപ്പറ്റ സഹോദരങ്ങളാണ്. അതിന്റെ ഭാഗമായി ഇസ്രയേലിനോട് പ്രത്യേക മമത BJP ഗവൺമെന്റിന്. ചുരുക്കത്തിൽ കോൺഗ്രസ് തുടങ്ങിവെച്ചതിൽ നിന്ന് അതിവേഗം BJP മുന്നോട്ട് പോകുന്നത് നാം കണ്ടു. നമ്മുടെ രാജ്യം ഇന്നൊരു പരമാധികാര രാഷ്ട്രമാണോ എന്ന് പോലും സംശയിപ്പിക്കുന്ന, അതിന്റെ ഭാഗമായി നമ്മളെല്ലാവരെയും ലജ്ജിപ്പിക്കുന്ന നടപടികളും നിലപാടുകളും ഇന്ത്യ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒരു പരമാധികാര രാഷ്ട്രം മറ്റൊരു രാഷ്ട്രവുമായി എങ്ങനെ ബന്ധപ്പെടണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കും അടിയറവെക്കുന്നില്ല. അത് ഈ പരമാധികാര രാഷ്ട്രത്തിന് അവകാശപ്പെട്ടതാണ്, അവരിൽ അർപ്പിതമായ അധികാരമാണ്. പക്ഷെ നാം ആരുമായി കച്ചവടം ചെയ്യണം? ഏത് രാജ്യത്തിൽ നിന്ന് എന്ത് സാധനം വാങ്ങാം, വാങ്ങിക്കൂടാ, ഇതെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം അമേരിക്കക്കാണ് എന്ന് നമ്മൾ തന്നെ സമ്മതിച്ചു കൊടുക്കുന്ന നിലയുണ്ടായി. ട്രംപ് അതിന്റെ ഭാഗമായി പ്രഖ്യാപനങ്ങൾ നടന്നത് നമ്മൾ കണ്ടു. ഇന്ത്യ റഷ്യയിൽ നിന്ന സാധനം വാങ്ങാം, ഇത്ര നാളത്തേക്ക് അനുവദിച്ചിരിക്കുന്നു, ഇനി വാങ്ങാൻ പാടില്ല. ഇതൊക്കെ പറയാൻ നിങ്ങൾ ആര് എന്ന് ചോദിക്കാൻ നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. അവർ പരമാധികാരം ട്രംപിന്റെ, അമേരിക്കയുടെ കാൽക്കൽ അടിയറവെച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിന് അങ്ങേയറ്റം അപമാനമുണ്ടാക്കുന്ന സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള നടപടികളുടെ ഭാഗമായി ലോക സാഹചര്യം മാറിയിരിക്കുന്നു. ഇന്ന് ഇറാനെതിരെ യുദ്ധം നടക്കുമ്പോൾ ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങൾ തിരിച്ചു ലക്ഷ്യമിടുന്നു. നിർഭാഗ്യവശാൽ ഗൾഫ് രാജ്യങ്ങളെ ആകെ അത് പ്രതിസന്ധിയിലാക്കുന്നു. വലിയ തോതിൽ അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നു. നമ്മുടെ ലക്ഷക്കണക്കിൽ ജനങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളെ ഇതെല്ലാം പ്രതികൂലമായി ബാധിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന് ശരിയായ നയം സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഇറാൻ ദീർഘകാലമായി നമ്മുടെ സുഹൃത്ത് രാഷ്ട്രമാണ്, ഏറ്റവും അടുത്ത സുഹൃത്ത് രാഷ്ട്രം. നാം ഓർക്കേണ്ടത്, രാഷ്ട്രങ്ങൾ എന്ന നിലക്ക് പല പ്രശ്നങ്ങൾ നേരിടുമല്ലോ. എല്ലാ പ്രശ്നങ്ങളിലും നമ്മോടൊപ്പമാണ് ഇറാൻ അണിനിരന്നിരുന്നത്. പക്ഷേ ആ ഇറാന് വേണ്ടി ഒരക്ഷരം അനുകൂലമായി സംസാരിക്കാൻ ഇന്ത്യ എന്ന രാജ്യം തയ്യാറായില്ല. അതെവിടം വരെ എത്തിയെന്ന് കാണണം. നാം ഒരു നാവികാഭ്യാസം ലോകരാഷ്ട്രങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്നു. ഇറാനും അതിൽ പങ്കെടുക്കുന്നു. വിശാഖപട്ടണത്തിൽ ആ പരിപാടി നടക്കുന്നു. തിരിച്ചു പോകുന്ന അവരുടെ കപ്പലിനെ അമേരിക്ക ശ്രീലങ്കൻ തീരത്ത് വെച്ച് ആക്രമിക്കുന്നു. നമ്മുടെ എതിർ ശബ്ദം മുഴങ്ങണ്ടേ? അമേരിക്കൻ നടപടിയെ അപലപിക്കണ്ടേ? ഖമ എന്നൊരക്ഷരം ശബ്ദിക്കാൻ തയ്യാറായില്ല. അത്രമാത്രം വിധേയത്വം, ഇന്ത്യയുടെ സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവം കളഞ്ഞുകുളിച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും അമേരിക്ക പരിഹാരം കാണുമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. നമുക്ക് ഇന്ധനക്ഷാമം, ഒരു ഘട്ടത്തിൽ ഇറാനിൽ വലിയ തോതിലാണ് പ്രകൃതിവാതകമുള്ളത്. ആ വാതകം പാകിസ്ഥാൻ വഴി ഇന്ത്യയിൽ എത്തിക്കാനുള്ള കരാർ ഒപ്പിടുന്നതിന്റെ വക്കിലെത്തിയതാണ്. കോൺഗ്രസ് ആയിരുന്നു അന്ന് ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത്. അമേരിക്ക പറഞ്ഞു, ആ കരാറിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ ആ കരാർ ഒപ്പിടരുത്, നിങ്ങൾക്ക് വേണ്ട ഇന്ധനം ഞങ്ങൾ തരും. അമേരിക്കയുടെ വാക്ക് വിശ്വസിച്ച് ആ ഒപ്പിടാനുള്ള കരാർ ഒപ്പിടാതിരുന്നു. ആ കരാർ ഒപ്പിട്ടിരുന്നുവെങ്കിൽ
ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള ഇന്ധനക്ഷാമവും വരില്ലായിരുന്നു. ഇതാണ് കോൺഗ്രസിന്റെ സംഭാവന. ആ വഴിക്കാണ് BJPയും കൂടുതലായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവമാണ് ഇവിടെ ഉപേക്ഷിക്കുന്ന നിലവന്നിട്ടുള്ളത്. ഇതൊരു ഭാഗത്ത്. ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാം. കർഷകർ വലിയ തോതിൽ പ്രക്ഷോഭത്തിലാണ്. ആ പ്രക്ഷോഭം കണ്ടില്ലെന്നടിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ വലിയ തോതിൽ കരുത്താർജിച്ചു വരുന്നു ആ പ്രക്ഷോഭം. ഇപ്പോ തൊഴിലാളികൾക്കെതിരെയുള്ള സംഘടിതമായ നീക്കമാണ്. അസംഘടിത തൊഴിലാളികളെ കനത്ത രീതിയിലാണ് ചൂഷണം ചെയ്യുന്നത്. അതിനെതിരെയുള്ള സ്വാഭാവികമായ പൊട്ടിത്തെറികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സംഭവിക്കുന്നു. രാജ്യമാകെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ഹരിയാനയിലും മറ്റുമുള്ള സംഭവങ്ങൾ ഉയർന്നു വന്നത് നാം കണ്ടു. നിർണായകമായ പങ്ക് CITുവിന് അവിടെ വഹിക്കാൻ കഴിഞ്ഞു. CPIMന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള സമരങ്ങൾക്ക് പിന്തുണ നൽകുന്നത് നാം കണ്ടു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിയ തോതിൽ വളർന്നു വരികയാണ്. ഇതേ സമയം തന്നെ രാജ്യത്താകെ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ അസംതൃപ്തി ജനങ്ങൾ ചിന്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളെ മറ്റു വഴിക്ക് ചിന്തിപ്പിക്കാൻ ബോധപൂർവമുള്ള നടപടികളാണ് സംഘപരിവാർ കാഴ്ചവെക്കുന്നത്. അതിന്റെ ഭാഗമായി പുതിയ പുതിയ വർഗീയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാകുമോ എന്ന് നോക്കുകയാണ്. വർഗീയമായ ആളുകളെ ചേരിതിരിച്ച് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി വർഗീയ വികാരം ആളിക്കത്തിച്ച് മറ്റ് ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്താനും അവരുടെ ചിന്തയെ വർഗീയ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാനുമുള്ള ബോധപൂർവമായ നീക്കമാണ് BJP ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സംഭവങ്ങൾ അതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. ഇത്തരമൊരു സാഹചര്യം കൂടുതൽ ഉണർവോടെ നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷം പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് വ്യക്തമാക്കുന്നത്. ഇതാണ് എല്ലാ ഘട്ടത്തിലും സഖാവ് നായനാർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നത്. രാജ്യത്തിന് മുന്നിൽ ദേശീയ തലത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ശരിയായി പ്രതികരിക്കാൻ മറ്റൊരു ശക്തിയുമില്ല എന്ന് നാം കാണണം. ഇടതുപക്ഷം ദുർബലമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ എതിർക്കാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളെ തുറന്നു കാണിക്കാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ദേശീയ തലത്തിൽ നാം പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്.